ഹലോ, അസ്സലാമു അലൈക്കും. ഞാൻ ഇന്നലെ വിഷു സ്പെഷ്യൽ പായസ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ചെറുപയർ പരിപ്പ് പായസം അതെങ്ങനെ ഉണ്ടാക്കണം നോക്കാം. ഒരു ചട്ടി അടുപ്പിലേക്ക് വെച്ചിട്ട് ചെറുപയർ പരിപ്പ് നല്ലതുപോലെ വറുത്തെടുക്കുക. ഇനി ഒരു കുക്കറിൽ കുറച്ച് വെള്ളം വെച്ചിട്ട് അത് തിളച്ചതിന് ശേഷം ചെറുപയർ പരിപ്പ് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ചെറുപയർ പരിപ്പ്, കിച്ചടി പരിപ്പ് എന്നൊക്കെ പറയുന്നതിന്. ഇനി ഒരു ലേശം ഉപ്പിട്ട് കൊടുക്കുക, മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ട് കുക്കർ അടച്ച് 2 വിസിൽ വരുത്തുക. ഇനി 1/2 കിലോ ശർക്കര എടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ഉരുക്കിയെടുക്കുക. 1/2 കിലോ ചെറുപയർ പരിപ്പ്, 1/2 കിലോ ശർക്കരയാണ്. കുക്കർ തുറന്ന് നോക്കാം, വേവൊക്കെ പാകമായി. ഇനി അതിലേക്ക് ശർക്കരപ്പാനി ഒഴിച്ച് കൊടുക്കാം. അരിച്ചൊഴിക്കണം, കല്ലും കരടൊന്നും ഇല്ലാതൊക്കെ. ഇനി അതൊന്ന് മിക്സ് ചെയ്യാം. ഇനി അതിലേക്ക് തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുക്കാം. 2 തേങ്ങ, ചെറുതാണെങ്കിൽ 2 എണ്ണം, ചെറുതാണെങ്കിൽ 3 എണ്ണം, വലുതാണെങ്കിൽ 2 എണ്ണം എടുത്ത് ചിരണ്ടി മിക്സിയിലിട്ട് കുറച്ച് വെള്ളം അടിച്ച് 1-ാം പാലും 2-ാം പാലും പിഴിഞ്ഞെടുക്കുക. ആദ്യം 1-ാം പാൽ പിഴിഞ്ഞിട്ട് ആ ചണ്ടിയിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്നും കൂടി പിഴിയുക. അതാ 2-ാം പാൽ. അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് പറഞ്ഞുതരാം. ഇനി 2-ാം പാൽ അതിലേക്ക് ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്ത് തിളപ്പിക്കുക. അത് നല്ലതുപോലെ തിളപ്പിച്ചെടുക്കുക. ഇനി അതിലേക്ക് 1 ടീസ്പൂണ് ഏലക്കപ്പൊടി ഇട്ട് കൊടുക്കുക. പഞ്ചസാര ഏലക്കയും കൂടി കൂട്ടി പൊടിച്ചതാണത്. ഒന്ന് ഇളക്കി കൊടുക്കുക. നല്ലതുപോലെ തിളച്ച് ഇനി 1-ാം പാൽ ഒഴിച്ച് കൊടുക്കുക. 1-ാം പാൽ ഒഴിച്ചിട്ട് അധികം തിളക്കണ്ട. നല്ല ടേസ്റ്റ്. അതെല്ലാവരും ഉണ്ടാക്കി നോക്കുക. പെട്ടെന്ന് ഉണ്ടാക്കാനും കഴിയും. എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഇത് ഉണ്ടാക്കി നോക്കുക, എല്ലാവർക്കും ഇഷ്ടമാവും. ഇനി ഒരു ചട്ടി അടുപ്പിലേക്ക് വെച്ചിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുക. അതിലേക്ക് കുറച്ച് ഉള്ളി ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. അത് ഗോൾഡൻ കളർ ആകുമ്പോൾ കുറച്ച് കിസ്മിസ് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കുക. ഇനി അത് മൂപ്പിച്ചെടുക്കുക. നിർബന്ധമൊന്നുമില്ല, വേണമെങ്കിൽ ഇട്ടാൽ മതി അണ്ടിപ്പരിപ്പും മുന്തിരിയും. ഇനി പായസത്തിലേക്ക് ഒഴിച്ച് കൊടുക്കുക. ഇനി അത് മിക്സ് ചെയ്ത് സർവിങ് ഡിഷിലേക്ക് മാറ്റുക. എല്ലാവരും എൻ്റെ ചാനൽ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കുക.